നമ്മുടെ നോമ്പ് ഫലവത്തായി എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളമാണ് റിസ്ഖിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. റിസ്ഖിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. നമുക്ക് പാപങ്ങൾ കൂടുമ്പോൾ, നമ്മുടെ നോമ്പ് വേണ്ട രൂപത്തിലാകാതെ വരുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മൾ ഇടുന്ന വസ്ത്രം തുടങ്ങി നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ റിസ്ഖിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഈ റിസ്ഖിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോ നല്ല വിശാലമായ വിലപിടിപ്പുള്ള വാഹനമുണ്ട്. 1 കോടി രൂപ വിലയുള്ള നല്ലൊരു വാഹനം, അപകടങ്ങൾ പറ്റില്ല, അതുപോലെ എങ്ങും പോയി മറിയില്ല എന്നൊക്കെ കമ്പനി ഒരുപാട് വാഗ്ദാനം ചെയ്ത നല്ലൊരു വാഹനം നമ്മുടെ കയ്യിലുണ്ട്. ഈ വാഹനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനം നമ്മളെ കൊണ്ട് എത്തിക്കലാണ് നമ്മുടെ വാഹനത്തിന്റെ പ്രധാനമായും ലക്ഷ്യം. ഇതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീരത്തിൽ, ഈ ശരീരത്തെ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ്. പണ്ട് ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, നല്ല മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മരിച്ചു പോയി എന്ന് പറയാറില്ല. പിന്നെ പറയുന്നങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആ മനുഷ്യൻ യാത്രയായി. അപ്പൊ യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് ആവശ്യമുള്ള ഈ സാധനം അത് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം ഈ ശരീരം. പിന്നെ നല്ല വാഹനം ഒരാൾക്കുണ്ട്, 1 കോടി രൂപ മുടക്കിയതാണ്, അതിൽ നല്ല നിലയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ആ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്നുള്ള അവസ്ഥ അത് തന്നെ. ഈ 1 കോടി രൂപയുടെ വാഹനം പോർച്ചിലിട്ടിട്ട് കല്യാണത്തിന് പോകണമെങ്കിൽ ആട്ടോ വിളിക്കണം, പള്ളിയിൽ പോകണമെങ്കിൽ നടന്നു പോകണം, എവിടെ പോകണമെങ്കിൽ മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ ഈ വാഹനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നല്ലൊരു ശരീരമുണ്ട്. ഈ ശരീരത്തിന് നല്ല മെയിൻ്റനൻസ് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മളൊക്കെ പറയും വണ്ടിക്ക് കേടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലാണ് മനുഷ്യൻ ചോദിക്കുന്നത്, എനിക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ? ഓ അൽഹംദുലില്ലാ, എനിക്ക് യാതൊന്നുമില്ല. വയസ്സ് 60ആയിട്ടും ഇതുവരെ കൊളസ്ട്രോൾ പിടിച്ചിട്ടില്ല, ഇതുവരെ ഷുഗർ പിടിച്ചിട്ടില്ല, എൻ്റെ ഹാർട്ടിന് യാതൊരു പ്രശ്നമില്ല, എൻ്റെ കിഡ്നി അതൊക്കെ നല്ല കണ്ടീഷൻ വർക്കിലാണ് ഓടുന്നത്, എല്ലാം നമ്മൾ പറയും. പക്ഷേ ഈ ശരീരം നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഓടിക്കുന്നുണ്ടോ? ഈ ശരീരം ഇന്ന് തഹജ്ജുദ് നമസ്കരിച്ചോ? ഈ ശരീരത്തോട് ചോദിച്ചു നോക്കുക. തൂക്കമ്മനുണ്ട്, 95 കിലോ ഉണ്ട്, നല്ല സുന്ദരമായ ശരീരമാണ്. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നമ്മള്? ഈ ശരീരത്തിന്റെ ബോഡി ഷേപ്പൊക്കെ അറിയാൻ വേണ്ടി സാധാരണ എന്ത് ചെയ്യും? നമ്മുടെ വയറിന്റെ സൈഡൊക്കെ പിടിച്ചു നോക്കുന്നു. ഇങ്ങനെ തൂണി കിടപ്പുണ്ടോ, നമ്മുടെ ഫാറ്റ് എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കുമ്പോൾ ബോഡിയൊക്കെ നമ്മൾ നല്ല ഫിറ്റാക്കി വെച്ചിരിക്കുക. ഡെയിലി എന്ത് ചെയ്യുന്നു? നമ്മൾ 1 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ബോഡിയൊക്കെ നല്ല കണ്ടീഷനാണ്. പക്ഷെ പ്രിയമുള്ളവരെ, 1 കോടി രൂപയുടെ ബെൻസ് കാർ വീട്ടിന്റെ പോർച്ചിൽ കിടന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോകണമെങ്കിലും നമുക്ക് പള്ളിയിൽ പോകണമെങ്കിലും ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണെങ്കിൽ പിന്നെ വാഹനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്തിനാ അല്ലാഹു നമുക്ക് ശരീരത്തെ നൽകിയത്? അല്ലാഹു നമ്മുടെ ഖുർആനിൽ പറഞ്ഞതാ, മനുഷ്യവർഗത്തെ നാം പടച്ചിട്ടില്ല, ഭൂതവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനെ ഞാൻ പടച്ചിട്ടില്ല. ഈ ശരീരത്തിലെ റബ്ബ് പടച്ചത് കല്യാണത്തിന് ഓടാൻ വേണ്ടിയല്ല. ഈ ശരീരത്തിൽ അല്ലാഹു പടച്ചത് കടയിൽ പോകാൻ വേണ്ടിയല്ല. ഈ ശരീരത്തിൽ അല്ലാഹു പടച്ചത് ജിമ്മിലേക്ക് ഓടാൻ വേണ്ടിയല്ല. ഈ ശരീരത്തിൽ അല്ലാഹു പടച്ചത് ഡെയിലി രാവിലെ 40 മിനിറ്റ് തുടർച്ചയായിട്ട് നടക്കാൻ വേണ്ടിയല്ല. ഈ ശരീരത്തിൽ അല്ലാഹു പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇബാദത്താകുന്ന ലക്ഷ്യത്തിന് മാത്രം ശരീരത്തിന് സൗകര്യമില്ല. ബാക്കി സകല തോന്നിയവാസത്തിനും ഈ ശരീരത്തിന് ഫുൾ സപ്പോർട്ടാണ്. എവിടെയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ബറക്കത്ത്? നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണം ഇങ്ങനെ നിറയ്ക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പൊക്കെ ആയി കഴിയുമ്പോൾ പലരും ഇങ്ങനെ നോക്കും, എന്താ ഭക്ഷണം? അപ്പൊ പറയും, ഞാനിപ്പോ ഭക്ഷണം ബാക്കിയുള്ളവർക്ക് കുറച്ച്, എന്തിനാ? ഫാറ്റ് ഒന്ന് കുറയണം, എന്നാൽ നല്ല എനർജിയും കിട്ടണം. അപ്പൊ അതിനുവേണ്ടി വിദഗ്ധരായ ആൾക്കാരൊക്കെ ചോദിച്ചു, നല്ല ഡയറ്റിസ്റ്റിനോടൊക്കെ ചോദിച്ചപ്പോ നിങ്ങൾ ഇന്നത് കഴിച്ചാൽ മതി. ഓ, അതനുസരിച്ച് കൃത്യമായി ശരീരത്തിനുള്ളത് നമ്മൾ നിറയ്ക്കുന്നുണ്ട്, പെട്രോൾ ആവശ്യം പോലെ അടിക്കുന്നുണ്ട്, പക്ഷെ വണ്ടിക്ക് മൈലേജ് ഇല്ല. പ്രിയമുള്ളവരെ, അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തിന് ബറക്കത്തുണ്ടോ? ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഫർദ് നമസ്കാരത്തിൽ തന്നെ ബറക്കത്തിന്റെ ദുആ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നും നമ്മൾ ഉടമസ്ഥനായ റബ്ബിനോട് മനസ്സ് മുമ്പ് നമ്മൾ പറഞ്ഞങ്ങനെ
അല്ലാഹുവേ തന്നതിലൊക്കെ ബർക്കത്ത് ചെയ്യണേ. ഇത്രയുണ്ട് ആ വാക്ക്. ബാരിക് ലനാ ഫീമാ അഅതൈത. ഇത്രയുള്ള വാക്ക്. നമ്മൾ ഒരു ചെറിയ വിരലിന്റെ നീളം പോലും ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ വിരലിന്റെ ഒരു 2 മടക്കിൽ തീർക്കാവുന്ന അത്രയും സ്ഥലം മതി. ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. ഫീമാ അഅതൈത, തന്നതിലെല്ലാം ബർക്കത്ത് ചെയ്യണേ. എന്താ ഇതിന്റെ ആശയം? ഭാര്യയിൽ ബർക്കത്ത് വേണം. ഭാര്യയിൽ ബർക്കത്ത് എങ്ങനെ? ഭാര്യയിൽ ബർക്കത്ത് നമ്മുടെ ഭാര്യയിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. എൻ്റെ ഇണയാണ്, എൻ്റെ മക്കളെ പോറ്റുന്നവളാണ്, എൻ്റെ മക്കളെ സാന്നിധ്യങ്ങളായി വളർത്തുന്നവളാണ്. എൻ്റെ ഭാര്യ എത്ര ഇടപെടുമോ അതനുസരിച്ച് എൻ്റെ മക്കൾ ദീനിയാകും. നല്ലൊരു ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാ? മക്കളെ ചെറുപ്പം മുതൽ തന്നെ അവൾ എന്തെങ്കിലും ഒരിക്കലും കിടന്ന് പാല് കൊടുക്കില്ല. അവൾ ഇരുന്നേ പാല് കൊടുക്കും. എന്തുകൊണ്ട്? പാല് കൊടുക്കൊണ്ടൊരു വിഭാഗത്താണ്. ആ വിഭാഗത്ത് നല്ല വാഹട്ടായി വേണം. ഒരല്പം ത്യാഗത്തോടു കൂടി അവൾ തന്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അങ്ങെടുത്തിട്ട് മമ്മിനെ കൊടുക്കുകയല്ല, മറിച്ച് അത് കൊടുക്കുന്നതിന് മുമ്പ് അവൾ നല്ലതുപോലെ ബിസ്മി ചൊല്ലി. കാരണം എന്റെ കുഞ്ഞിന്റെ ഉള്ളിൽ ബിസ്മി ഇല്ലാത്തൊരു ഭക്ഷണം കടന്നു പോകരുത്. നമ്മളൊരു നല്ല ഉമ്മ എങ്ങനെയായിരിക്കും? നമ്മുടെ ഭാര്യ ഒരു ദീനിയായ പെണ്ണാണെങ്കിൽ എങ്ങനെയാവും? ആ കുഞ്ഞിന് പാല് കൊടുത്തതിന്റെ പേരിൽ മാത്രം അവളുടെ ശരീരത്തിൽ അല്ലാഹു കൊടുത്ത ബർക്കത്തല്ലേ എത്ര ബിസ്മി അവളുടെ ജീവിതത്തിൽ അവൾ പറയുക. ഇതെല്ലാം നമ്മുടെ മീസാനിൽ കയറുകയല്ലേ? ഒന്ന് ആലോചിച്ചു. ഒരു പെണ്ണിന് കിട്ടുന്ന സൗഭാഗ്യം, ഒരു പെണ്ണിന് കിട്ടുന്ന സൗഭാഗ്യം എത്രയോ വലുതാ. ഒരു കുഞ്ഞിന് എത്ര പ്രാവശ്യം പാല് കൊടുക്കും? ഓരോ പ്രാവശ്യം പാല് കൊടുക്കുമ്പോഴും ഈ ഉമ്മ ഇത് ഇബാദത്താണ്. പക്ഷെ ഇത് ആർക്കേ കിട്ടൂ? ഈനുള്ള പെണ്ണിനെ കിട്ടൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വെറുതെ ഒരു പെണ്ണ് കിട്ടല്ലേ, വിവാഹം കഴിക്കുന്നതിന് നീ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുക. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൾ കൊടുക്കുന്ന ഈ പറഞ്ഞൊഴിക്കുന്ന പെട്രോളൊക്കെ നല്ല ഉഷാർ പെട്രോളാകും. അപ്പം അവളെ ഒക്കെ പാല് കൊടുത്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് പറഞ്ഞിട്ട് കുഞ്ഞിന് അങ്ങനെ പാല് കൊടുക്കും. അടുത്തവളുടെ ചിന്ത എന്താ? ഞാൻ ഈ പാല് കൊടുക്കൽ ഇബാദത്താണ്, ഈ പാല് കൊടുക്കൽ ഇബാദത്താണ്. എന്റെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഓരോ തുള്ളി പാലും ഞാൻ സദഖ ചെയ്യലാണ്. കാരണം ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക, ആ ഭക്ഷണം സദഖ ആട്ടമായി. കിളിക്ക് പോലും നമ്മൾ വീട്ടിൽ മാവ് വളർത്തി, ആ മാവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏതോ കിളി വന്ന് കൊത്തി തിന്നുന്നുണ്ട്, ഏതോ പുഴുക്കൾ തിന്നുന്നുണ്ട്. ഒരിക്കലും നമ്മൾ സങ്കടപ്പെടണ്ട. ആ പുഴു തിന്നുന്നതിന് നമുക്ക് സദഖയുടെ കൂലിയുണ്ട്. ആ പുഴുവിന് തീറ്റ കൊടുക്കല. നമ്മൾ നോക്കുമ്പോൾ എന്താ? എന്റെ മാങ്ങൊക്കെ അടിച്ചോണ്ട് പോയി. എത്ര തിന്ന് പോകട്ടെ, സദഖയുടെ കൂലി ഒരു മുമ്പിൽ ആദരിച്ചിരിക്കും. അതൊരു ബർക്കത്താണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഓരോ തുള്ളി പാലും ആ ഉമ്മ സദഖ എന്നുള്ള നിയ്യത്തില് അതങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു പെണ്ണിന്, ഒരു കുഞ്ഞിന് ഏതാണ്ട് 2 വർഷം പാലൂട്ടി കഴിയുമ്പോൾ എത്ര ലോഡ് സദഖ ചെയ്ത കൂലിയാ വാങ്ങാൻ പറ്റുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? ബാരിക് ലനാ ഫീമാ അഅതൈത, അല്ലാഹുവേ തന്നതിൽ നീ ബർക്കത്ത് ചെയ്യണേ. ഈ ഭാര്യ ഇത്രയും സദഖ ചെയ്യുമ്പോൾ നമുക്കുള്ള നേട്ടം എന്താ? നമ്മളാണ് ഈ ഭാര്യയ്ക്ക് ചോറിനുള്ള അരി വാങ്ങി കൊടുക്കുന്നത്, അവർക്ക് കഴിക്കാനുള്ള ചോറിന് പറ്റുന്ന കറി വാങ്ങി കൊടുക്കുന്നത്, അവർക്ക് പാല് വാങ്ങി കൊടുക്കുന്നത്, ചായക്കും മറ്റു കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ ഇവിടെ ഇത്രയും സദഖ ചെയ്യുന്നതിന്റെ ഒറിജിനൽ കൂലി നമ്മുടെ കയ്യിലേക്ക് വന്നു. അതിന്റെ ഒരു കോപ്പി അവർക്ക് കിട്ടി. എത്രയാണ് നമുക്ക് നേടാൻ പറ്റുക? പക്ഷെ എന്ത് ചെയ്യണം? ഈ ശരീരം ഓക്കെയാകണം. നമ്മുടെ ഈ ശരീരം ഓക്കെയാണ്, ബർക്കത്തുള്ള ശരീരമാകണം. പ്രിയമുള്ളവർക്ക് ഇതാണൊരു മുഅ്മിനിന്റെ ചിന്തകൾ പോകേണ്ടത്. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അവർ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, പാകം ചെയ്തെല്ലാം വിളമ്പ് റെഡിയാക്കി വെച്ചു. ബർക്കത്തുള്ള ഭർത്താവിനെയും ബർക്കത്തുള്ള മക്കളെയുമാണ് അവൾക്ക് കിട്ടിയതെങ്കിൽ എങ്ങനെയായിരിക്കും ആ വീട്ടിന്റെ ബർക്കത്ത്? ഭക്ഷണം കഴിക്കാൻ പറ്റിയിരിക്കുന്ന ഭർത്താവ് അങ്ങോട്ട് നോക്കി എന്താണ് ഉണ്ടാക്കി വെച്ചത്, എന്റെ വാപ്പാക്കൊന്നും കൊണ്ടുപോയി, ഈ ഒരു വർത്തമാനമല്ല പറയുക. മറിച്ച് ആ ഭക്ഷണം അങ്ങോട്ട് കാണുന്നുണ്ടെ അവൾ പറയും, അവൻ പറയും, അല്ലാഹുവേ ബാരിക് ലനാ ഫീ, ബാരിക് ലനാ ഫീ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ. അല്ലാഹുവേ ഈ തന്നതിൽ ബർക്കത്ത് തരണേ പടച്ചവനെ. നമുക്ക് സുന്നത്താണ് ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ബർക്കത്തിനാ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ബർക്കത്തിന് ദുആ ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യും. നമ്മുടെ ശരീരം തന്നെ എഴുന്നേൽക്കും തഹജ്ജുദിന്. ഈ ശരീരം തന്നെ ഓടും ദുആ നമസ്കരിക്കാൻ. ഈ ശരീരം തന്നെ ഓടും നമ്മുടെ ഫർദിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കരിക്കാൻ. നമ്മുടെ നാക്ക് എത്ര പവറുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ നാവ് താനെ ഓടും അത് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഖുർആൻ ഓതാൻ. എന്താ ചെയ്യാൻ? നമുക്ക് ബർക്കത്തില്ലാതായി പോയി. അപ്പോൾ ബർക്കത്തിന് വേണ്ട സാധനം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ നോക്കും
എന്തെങ്കിലും സുനാദ് ഒഴിക്കാൻ ഒക്കുമോ? വേണമെങ്കിൽ അതിന് 2 രൂപയുടെ കവർ കൊണ്ടിച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നത് മൈലേജ് കൂടുതൽ കിട്ടണം. പക്ഷെ നമുക്ക് മൈലേജ് വേണ്ട, നമുക്ക് മൈലേജ് വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദുആ ചെയ്ത ഭർത്താവാണെങ്കിൽ, അതുപോലെ തന്നെ മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു നല്ല വാക്കുണ്ട്. എങ്ങനെ? ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന പാഠത്തിലുള്ളതാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം തന്നവർക്ക്, ഞങ്ങൾ ഈ ഭക്ഷണം കഴിപ്പിച്ചവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും കൊടുക്കണേ പടച്ചവനെ. ഭർത്താവ് ദുആ ചെയ്യുന്നു പാചകം ചെയ്ത ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് സ്വർഗീയ ഭക്ഷണം സ്വർഗീയ പാനീയം കൊടുക്കണേ. ഭാര്യ ദുആ ചെയ്യുന്നു അരി വാങ്ങിയിട്ടുള്ള ഭർത്താവിന് വേണ്ടി, അവളും അവിടെ തന്നെ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഈ അരി ഇവിടെ കൊണ്ടിട്ടുള്ള എന്റെ ഭർത്താവാണ്, ആ ഭർത്താവിന് നീ സ്വർഗീയ ഭക്ഷണവും പാനീയവും കൊടുക്കണേന്ന്. മക്കൾ ദുആ ചെയ്യുന്നു അവിടെ ഇരുന്നിട്ട്, അരി കൊണ്ടുവന്ന വാപ്പയാണ്, പാചകം ചെയ്ത ഉമ്മയാണ്, അല്ലാഹുവേ ഈ ഭക്ഷണം എനിക്ക് ആക്കി തന്ന എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും പടച്ചവനെ നീ സ്വർഗീയ ഭക്ഷണം കൊടുക്കണേന്ന്. ഇനി ഏത് മക്കളാ ദുആ ചെയ്യുക? നമ്മുടെ ഏത് മക്കളുണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അപ്പോൾ ദുആ എങ്ങനെ ഉള്ളൂ? അല്ലാഹുമ്മ അത്ഇമനാ തഅമന വസ്ഖിമൻ സഖാന മിൻ തഅമിൽ ജന്നതി വശറാബിഹ. ഇത്രയുള്ള ഒരു ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സാധനം ഇപ്പോൾ പറക്കത്തില്ല. എല്ലാം ഉണ്ട്, പറക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനം എന്താ? ബർക്കത്താണ്. നമ്മൾ ബർക്കത്തിനനുസരിച്ചുള്ള ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം എങ്ങനെയാകും? പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉടമസ്ഥന്റെ ദർബാറുമായി ബന്ധപ്പെടും. ഉടമസ്ഥന്റെ ദർബാറുമായി ബന്ധപ്പെടും എങ്ങനെ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. കിടക്കുന്ന പല്ല് പോലും തേക്കാതെ, നമ്മുടെ വാവൊന്ന് കഴുകാതെ, ചിലപ്പോൾ നമ്മുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ട് കണക്കാക്കി വലിയ ശുദ്ധിക്കാരൻ ആയിക്കോട്ടെ, ഏത് പോലത്തിലും ആയിക്കോട്ടെ, അവിടെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ദുആ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനാ, ഞങ്ങളെ വീണ്ടും സജീവമാക്കി, ബഅദമാ അമാതനാ, ഞങ്ങൾ മയ്യത്ത് പോലെ ആയിരുന്നു 4-5 മണിക്കൂർ, ആ മയ്യത്തിന് ശേഷം വീണ്ടും സജീവമാക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതി. മറക്കില്ല റബ്ബേ. വഇലൈഹി നുശൂർ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പൊങ്ങി വരുന്നത് നിന്റെ അടുക്കിലേക്ക് തന്നെയാണ് റബ്ബേ. ബോധം എനിക്കുണ്ട്. ഈ ദുആയും പറഞ്ഞിട്ട് ആദ്യം എഴുന്നേൽക്കുന്നു. ഉടമസ്ഥൻ വരവ് വെച്ചു. ഉടമസ്ഥൻ വരവ് വെച്ചു. കാരണം നമ്മൾ മയങ്ങിയുള്ള ദുആ അല്ല, ഉടമസ്ഥൻ കേൾക്കാൻ വേണ്ടിയുള്ള ദുആ ആയിരുന്നു. ഉടമസ്ഥൻ അർശിൽ തന്റെ അടുത്തുള്ള മലക്കോട് പറഞ്ഞു, ഹമിദനി അബ്ദി, എന്റെ അടിമ അവിടെ ഉറക്കം പായിൽ കിടന്ന് എന്നെ സ്തുതിച്ചു കഴിഞ്ഞു. ഡയറക്റ്റ് ബന്ധമായി. ഇത് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിൽ പോകൽ ഇബാദത്താണ്. അല്ല നമ്മൾ വെറുതെ നമ്മുടെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോവുകയല്ല, ടോയ്ലറ്റിൽ കയറൽ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് നിയ്യത്തുള്ളതുപോലെ, നമസ്കാരത്തിന് കൈകെട്ടലുള്ളതുപോലെ ടോയ്ലറ്റിലേക്ക് നമ്മൾ കയറുന്നത് ഏതെങ്കിലും കാര്യം വെച്ച് കയറുന്നില്ല. അത് നായ്ക്കൾ കയറുന്നതാണ്, അത് മൃഗങ്ങൾ കയറുന്നതാണ്, അത് കാഫിർ കയറുന്നതാണ്. ഒരു മുസ്ലിം കയറുമ്പോ ഓടി വരുന്നവൻ ടോയ്ലറ്റിന്റെ വാതിൽ അവൻ അറിയാതെ നിൽക്കും. എന്നിട്ട് അവൻ ഇബാദത്താണ്, ഇടത് കാലം വെച്ചേ കയറാവൂ. അവൻ ഇടത് കാലം പൊക്കുമ്പോ അവന്റെ വായിൽ ഓടി വരുന്നു, ബിസ്മി ചൊല്ലിയിട്ടേ നമ്മൾ ബാത്റൂമിൽ കയറാവൂ. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് പറഞ്ഞിട്ടേ അവൻ കയറൂ. തുണിയെ പൊക്കി പിടിച്ച് കയറില്ല, അവിടെ മടച്ചുകൊണ്ടേ അവൻ കയറും. നമ്മുടെ അവസ്ഥ എങ്ങനെ? ടോയ്ലറ്റിൽ കയറുന്നവർക്ക് എല്ലാം കുറ്റിയം മടക്കി കഴിഞ്ഞു. ഇല്ല, ചെയ്യാൻ പാടില്ല. ഇബാദത്താണ് അതുകൊണ്ട്. അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ കയറി കുറ്റിയിട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ വസ്ത്രം ഉയർത്തുന്നത്. അങ്ങനെ അതിൽ കയറി കഴിഞ്ഞാല് ഇന്നത്തെ ചില നിരീശ്വരവാദികളൊക്കെ നമ്മളെ കളിയാക്കി മുഹമ്മദ് ഇരുന്നത് പോലെ ഇരിക്കും. അതെ, അങ്ങനെയാണ് നമ്മുടെ നേതാവ് ഇരുന്നത് പോലെ ഇരിക്കൂ. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്ന അതിനെ കുറിച്ച്. നമുക്ക് അതൊരു വിഷയമല്ല. നമ്മളിങ്ങനെ നമ്മുടെ നേതാവ് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു, ഇടതുവശത്തേക്ക് അല്പം ചാഞ്ഞിരിക്കുന്നു. അങ്ങനെ ചാഞ്ഞ് നമ്മുടെ വിസർജനങ്ങൾ കഴിഞ്ഞു, നല്ല സുന്ദരമായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എഴുന്നേറ്റ് നിന്നു. വീണ്ടും നമ്മുടെ വസ്ത്രത്തെ മുട്ടിൽ താഴേക്ക് കൊണ്ടുവന്നു. നമുക്ക് എന്തെങ്കിലും ക്ലീനിങ് നടത്തണമെങ്കിൽ അതെല്ലാം ചെയ്തു. ഒതുവെടുക്കണമെങ്കിൽ ഒതുവെടുത്തു. ഇറങ്ങുമ്പോഴും നമ്മുടെ വാതിലേക്ക് വന്നിട്ട് ചാടി ഇറങ്ങുകയല്ല. ഇറങ്ങുമ്പോൾ കന്നായി ഇറങ്ങുമ്പോഴായി പോകും. ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. മുസ്ലിം ഇറങ്ങുന്നത് എങ്ങനെ? 2 കാലുമുണ്ട്, പക്ഷെ വലത് കാലം വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. വലത് കാലം വെച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു,
അല്ലാഹുവേ ഒരു സഹായമില്ലാതെ എളിമ വെക്കാതെ പ്രത്യേകിച്ച് ടാബ്ലറ്റൊന്നും കഴിക്കാതെ സ്വസ്ഥമായി എൻ്റെ എല്ലാം പോയി. എനിക്ക് മൂത്രത്തിന് ട്യൂബിട്ട് മൂത്രം കളയേണ്ട അവസ്ഥയില്ലായിരുന്നു. ചെന്നിരുന്നപ്പോൾ തന്നെ എൻ്റെ മൂത്രം പൂർണ്ണമായി തീർന്നു. ആ മൂത്രം ആർച്ച എനിക്കില്ല, ഇറ്റിച്ചിട്ട് പോകുന്ന പണിയില്ല. കംപ്ലീറ്റ് ക്ലീനായി, മാഷാഅല്ലാ റാഹത്തായി. ഉടമസ്ഥരോട് പറഞ്ഞു, നന്ദി കെട്ടവനാ പടച്ചവന്, ഇതിനു പോലും ഞാൻ നന്ദി കാണിച്ചില്ല, പൊറുക്കണേ. അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. ഇടങ്ങേറുള്ളതെല്ലാം മാറ്റിത്തന്ന് എന്നെ സുഖപ്പെടുത്തി അല്ലാഹുവിന്റെ സർവസ്തുതി. എത്ര വലിയ ഇബാദത്തായി. ഏത് കക്കൂസിൽ അത് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വുദൂഇന്റെ ദുആ അങ്ങോട്ട് ചെയ്തു. വുദൂഇന്റെ ദുആയൊക്കെ കഴിഞ്ഞു. അത് ഭയങ്കര അർത്ഥവത്തായ ദുആ. നമ്മൾ വുദൂഇന്റെ പാഠത്തിൽ നേരത്തെ ചർച്ച ചെയ്തു പോയി. ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാം പുറം വൃത്തിയാക്കി. ഇനി എനിക്ക് വൃത്തിയാക്കാനുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ. വുദൂഇന്റെ ഇറങ്ങിയിട്ട് നമ്മുടെ അവസ്ഥയോട് പറയുന്നത്, തൗബ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണേ വിളിച്ചവനെ. വജഅൽനി മിനൽ മുതതഹിരീൻ. തഹൂറായ ശുദ്ധിയായവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണേ വിളിച്ചവനെ. വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇത്രയും വന്നപ്പോ എവിടെ എത്തിയതേ ഉള്ളൂ. നമ്മൾ ഉറക്കപ്പായിൽ എഴുന്നേറ്റ് കക്കൂസിൽ കയറിയിട്ട് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എത്ര പ്രാവശ്യമാണ് നമ്മുടെ ഉടമസ്ഥനെ നമ്മൾ ബന്ധപ്പെട്ടത്? എത്ര പ്രാവശ്യം? ഇതിനാണ് എന്ത് പറയുന്നത്? ബർക്കത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ബർക്കത്ത് എന്താ? ഏത് വട്ടിപ്പലിശ ആണെങ്കിലും വേണ്ടിയില്ല, ഏത് ലോട്ടറി അടിച്ചാണെങ്കിലും വേണ്ടിയില്ല, 4 കാശ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും കഴുത്തറത്താണെങ്കിലും വേണ്ടിയില്ല, 4 കാശ് കിട്ടുമ്പോൾ അവനിപ്പോ ഭയങ്കര ബർക്കത്തായിട്ട് അവർക്ക് ഉണ്ടാക്കുവാനും കിട്ടിയിട്ടില്ല. ബർക്കത്ത് ഇതാണ്. ബർക്കത്ത് നിമിഷ നേരം കൊണ്ട് എത്രയാണ് നമ്മുടെ മീസാനിലേക്ക് വാരിയിട്ടത്. അതും വാരിയിട്ടിട്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, നമ്മൾ ആദ്യം എഴുന്നേറ്റു, നമ്മുടെ ഭാര്യയെ തട്ടി വളർത്തി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. ഹബീബായ മുത്തന്റെ ദുആ വീട്ടിലേക്ക് വന്നു. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആർക്ക്? ആദ്യം എഴുന്നേറ്റ ഭർത്താവിന് ഭാര്യയെ തട്ടിയതിന്റെ പേരിൽ, ആദ്യം എഴുന്നേറ്റ ഭാര്യയ്ക്ക് ഭർത്താവിനെ തട്ടിയതിന്റെ പേരിൽ. അപ്പോഴാണ് നമ്മുടെ പുരോഹിതന്റെ ദുആ ഓക്കെ ആയത്. ബാരിക് ലനാ ഫീമാ അഅതൈത. അല്ലാഹുവേ, തന്നതിലൊക്കെ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. റാഹത്തായില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സമയം ഒരുപാടാകുന്നു. നമ്മുടെ മസ്തല കുറച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബർക്കത്താക്കണം. ആ രൂപത്തിൽ നമ്മുടെ മക്കൾ വരണം. എന്റെ പൊന്ന സഹോദരങ്ങളെ, മക്കളെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ. പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം പറഞ്ഞില്ലേ, വീട്ടിൽ വളർത്തുന്ന പോത്ത് കുട്ടിക്ക് പുറത്തൊരു ചെറിയ ചോറി വന്നാൽ അതിനെ നമ്മൾ ചികിത്സിക്കും. പോത്ത് കുട്ടിക്ക് ഒരു ചെറിയ ചോറി വന്നാൽ അതിനെ ചികിത്സിക്കും. നമ്മുടെ വീട്ടിൽ വന്ന ചെടിക്കൊരു മഞ്ഞ വന്നാൽ ചികിത്സിക്കും. പക്ഷെ നമ്മുടെ മക്കൾ നാളെ കൈക്ക് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരാത്മീയ ചികിത്സ മക്കൾക്ക് നടത്താൻ. മക്കൾ പഠിക്കേണ്ടതൊക്കെ പഠിക്കുന്നുണ്ടോ? എന്റെ ഈ കുഞ്ഞ് നാളെ എനിക്ക് ഉപകരിക്കുമോ? ആവശ്യം. കാരണം എന്താ? ഒരു പോത്തിനെ നമ്മൾ 2 വർഷം വളർത്തി അതിനെ കൊടുത്താൽ 50,000 രൂപ ലാഭം കിട്ടും. 2 വർഷം വളർത്തിയാൽ മതി. നേരെ മറിച്ച് നമ്മളൊരു കുഞ്ഞിനെ അതിന് 10-18 വയസ്സാകുമ്പോഴത്തേക്ക് 1 കോടിക്ക് മുകളിൽ ചെലവാണ്. എന്താ നമ്മൾ നേടിയത്? ബർക്കത്തുണ്ടോ? ഒരു ദുആ മാത്രം ചെയ്തിട്ട് കഥയില്ല. ബർക്കത്തിനായി പണിയെടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചർച്ച ചെയ്യാം. ദുആ ഓർമ്മയിൽ വെക്കുക. പുനോത്തിൽ ഒന്ന് മനസ്സ് കൊള്ളിച്ചേക്കുക. ബാരിക് ലനാ ഫീമാ അഅതൈത. തന്നതിലെല്ലാം ബർക്കത്ത് ചെയ്യണേ. ഭാര്യയില്, മക്കളില്, ഭക്ഷണത്തില്, ദിവസത്തില്, മണിക്കൂറുകളിൽ, തിരുത്തികളിൽ, ഇബാദത്തിൽ, വസ്ത്രത്തിൽ എന്തെല്ലാം ഉണ്ടോ സകലത്തിലും ബർക്കത്ത് തന്നെ. അല്ലാഹു